ദൈവസന്നിധിയിൽ കരയുന്നവരുണ്ട്. ചുമ്മാ കരയാൻ മാത്രമുള്ളതല്ല ഈ കണ്ണുനീര്, പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. ചിലപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ കരയാനൊന്നും പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മളായിരിക്കുന്ന പ്രാർത്ഥനാ മുറികളിൽ ഞാനും ദൈവവുമായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരഞ്ഞെന്ന് വരും. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ഒരു വിടുതൽ ഉറപ്പാണ്. ബൈബിളിൽ ഇന്ന് വായിച്ചു കേട്ടോ 1-2 രാജാക്കന്മാരുടെ പുസ്തകം. എസക്കിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വലിയ ആളായിരുന്നു. പക്ഷെ അയാൾ മരണത്തോ രോഗം ബാധിച്ച് മരിക്കാറായി കിടക്കുകയാണ്. ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. അങ്ങനെ ഇരിക്കുമ്പം നമ്മളൊരു ഡോക്ടറും ഒരാശുപത്രിയിലും എവിടെ ചെന്നാലും രോഗമുള്ള ആരോടും പറയില്ല നിങ്ങൾ മരിച്ചു പോകും കേട്ടോ.